ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എല്ലാവരും സാധനം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വേറെ നല്ല ഡിസ്കസ് നമ്മളിന്ന് ഇരിക്കുന്നത് ഫ്രീ ഫയറിനെ മറ്റൊരു വീഡിയോ ഇരിക്കുകയാണ് ഡിസ്കസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന VR റാങ്കാണ് ഗായ്സ് ഡിസ്കസ്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുന്നേ VR റാങ്ക്ഡ് കുറച്ച് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സീസണിൽ. അപ്പോൾ VR റാങ്ക്ഡ് സിൽവർ 3 എത്തിയിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് നമ്മൾ CS റാങ്ക്ഡ് കളിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗൈസ് CS റാങ്ക്ഡ് കളിച്ചിട്ട് നമ്മളങ്ങനെ റാങ്ക് അപ്പ് ഒന്നും ആയിട്ടില്ല, അപ്പോഴും കോപ്പർ വണ്ടി തന്നെയാണ് നിൽക്കുന്നത്. VR റാങ്ക്ഡ് കളിച്ചിട്ട് നമ്മൾ ലെവലപ്പായി ഗൈസ്, റാങ്ക്ഡ് അപ്പായി ഗൈസ്. സിൽവർ 3 വന്ന് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ ഇതിന് ആവുന്നില്ലല്ലോ ഗൈസ്. ഗായ്സ് പിന്നെ ഗൈസ് ഇത് നമുക്ക് പുതിയ സ്കിന്നൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. യെസ് ഗായ്സ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെർമുഡയിലാണ് ഗായ്സ് PR റാങ്ക്ഡ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ് ഇവിടെ ഇതിൽ കൂടെ ഓടി നടന്ന് കളിക്കുന്ന രസമൊക്കെയാണ് ഗൈസ്. നമുക്ക് കാണുന്നവരെയൊക്കെ ഒന്ന് ഇടിക്കാം. നമ്മുടെ കയ്യിൽ ഈ കൈയുടെ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഇങ്ങനെ കിട്ടുക. ഹ്യൂമറിൻ്റെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഇപ്പോഴുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് ആരെങ്കിലും ഒന്ന് ഇടിക്കാൻ കിട്ടണമല്ലോ. ഇവനെ ഇടിക്കാം ഇല്ല ഗൈസ്, ഇത് ആരെങ്കിലും ഇടിക്കാം ഗൈസ്. ഗൈസ് ഇടിക്കാൻ പറ്റും. ഗൈസ് പിടിച്ചു ഇവനെ ഇടിച്ചുകൊണ്ടിരിക്കാം നമുക്ക്. സമയമായില്ലേ, പെട്ടെന്ന് സമയമായി. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് ബർമൂഡയിലേക്ക് പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 47 പേരുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം മാപ്പൊക്കെ ഇപ്പോൾ ഏകദേശം പിടികിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് ദിവസമായി ഇത് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വെപ്പൺസ് ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്, മോശം വെപ്പൺസ് ഏതൊക്കെയാണ്, മുന്നേ കിട്ടുന്ന ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞറിഞ്ഞ് തുടങ്ങി ഗൈസ്. ഗൈസ് അപ്പോൾ ഇതിനകത്ത് മേടിക്കാൻ പറ്റുമല്ലോ എന്നറിയില്ല. മേടിക്കാൻ പറ്റില്ലെന്നും തോന്നിട്ട് ഗൈസ്, ഞാൻ അത്രയ്ക്കും ഒരു പ്രോ അല്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വൈകാണ്ട് എവിടെയെങ്കിലും പോയി ഒന്ന് വെപ്പൺസ് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ് ഗൈസ്, അതെ ഇവിടെ കുറച്ച് വെപ്പൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ കുറച്ച് വെപ്പൺസ് ഉണ്ട്. നമുക്ക് ഉള്ള നേരത്തെ തന്നെ വെപ്പൺസ് സ്റ്റാക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ വെപ്പൺസൊക്കെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റീലോഡ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗണ്ണിലോട്ട് ബുള്ളറ്റ്സ് ഇങ്ങനെ കയറ്റിവിടാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുള്ളതൊക്കെ നമ്മൾ കുറേ മാച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാച്ച് നല്ലോണം കളിച്ചിട്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. അതിന് മുമ്പേ നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക പോലും ഇല്ലായിരുന്നു. നോക്കുമായിരുന്നു, ഇതിനകത്ത് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ നമ്മൾ ബുള്ളറ്റ്സ് ഒന്നും ഇങ്ങനെ എടുക്കും കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്കിനി എനിമീസൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം ഗൈസ്. യെസ് ഗൈസ്, ഇത് വീഡിയോ കാണുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതെ അവിടെ ഒരു സിമ്പിൾ കാണുന്നുണ്ട് ഗൈസ്, അവനെ നമുക്കൊന്ന് വീഡിയോ വയ്ക്കാം ഗൈസ്. ഇപ്പോൾ വന്ന് സ്കില്ലൊക്കെ കുറഞ്ഞു വരികയാണ് ഗൈസ്. പക്ഷേ വിജയം ഉണ്ടെങ്കിൽ തോൽവി ഉണ്ടാവുന്നല്ലേ ഗൈസ്. നമ്മൾ കഴിഞ്ഞ തവണ പോയി അടിച്ചിട്ട് കുറേ മാച്ച് കളിച്ചിട്ട് ജയിക്കുകയും ചെയ്ത് തോക്കുകയും ചെയ്തു. യെസ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക്ഡൗൺ ആയി ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് റീവൈവ് ചെയ്യാം. ഓ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് റീവൈവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല ഗൈസ്. ഓ ഗൈസ്, നമ്മൾ VR വെറുതെ കളിച്ചപ്പോൾ അതിനകത്ത് റീവൈവ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു, പക്ഷെ ഇതിനകത്ത് ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, നമുക്കൊന്ന് ഇറങ്ങാം ഗൈസ്. ഇതിനകത്ത് എനിക്ക് ബുയ അടിക്കാൻ പറ്റുന്നൊരു വിശ്വാസമില്ല, കാരണം നമ്മൾ രണ്ടാമത് റീവൈവ് അടിച്ച് വന്നാലേ ഗൈസ്. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് എനിമീസൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാം. നമ്മൾ വെപ്പൺസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുക്കുവാണ് ഗൈസ്. നമ്മൾ മെല്ലെ ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് ഈ വെപ്പൺസ് നല്ലതെന്ന് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാമല്ലേ ഗൈസ്. ഇതൊക്കെ നമ്മൾ മെല്ലെ ഓരോ മാച്ചും കളിച്ചപ്പോൾ പഠിച്ചു വന്നതാണ് ഗൈസ്. ഇതുപോലത്തെ വണ്ടികളൊന്നും കയറാൻ പറ്റില്ല തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്യാം. നമുക്ക് ദൂരോട്ട് വലിച്ചു വിടാം ഗൈസ്. എനിക്ക് വലിച്ചു വിടുന്ന നല്ല സുഖമാണ് ഗൈസ്. അതെ പറന്ന് പോകണം ഗൈസ്. ഒരു സാധനമൊക്കെ റിയൽ ലൈഫിലുണ്ടായിരുന്ന രസമായിരുന്നു ഗൈസ്.
ഗൈസ് നമ്മൾ മരത്തിൻ്റെ മേളിൽ തന്നെ വന്ന് വീണു ഗൈസ്. ഗൈസ് നമ്മുടെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട് മരത്തിൽ നിന്ന് വീണപ്പോൾ. പക്ഷെ സെറ്റ് ആക്കാം ഗൈസ്. നമുക്ക് ഇവിടെ എനിമീസ് ഉണ്ടോ എന്ന് നോക്കാം. ഒരുത്തനെങ്കിലും അടിച്ചിട്ടാൽ മതിയായിരുന്നു ഗൈസ്. ഇതൊക്കെ നോക്കാൻ ഇല്ല ആരെങ്കിലും ഉണ്ടോയെന്ന്. ഗൈസ് ഒരു മെഡിക്കറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ 0 മെഡിക്കറ്റേ ഉള്ളൂ. നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെപ്പൺസ് മാക്സിമം. ഇതേ ഗൈസ് നമുക്ക് മഷ്റൂം തിന്നാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മഷ്റൂം തിന്നു കഴിഞ്ഞാൽ ഒരുമാതിരി പ്രൊട്ടക്റ്റിന് ഇത് കിട്ടും ഗൈസ്. റേഡിയോ ഉണ്ടല്ലോ, ഞാൻ കണ്ടായിരുന്നു ഗൈസ്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. നമ്മുടെ ആർസൽ ഓപ്പൺ ആണെന്ന് നമുക്ക് ലൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞേക്കണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി നോക്കാം. ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് സാധനങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും വെപ്പൺസിൻ്റെ ഇത് റീലോഡ് ആക്കിയിട്ടുണ്ട്. അത് റീലോഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാം. സേഫ് സോൺ ഷ്രിങ്കായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷ്രിങ്കായി വരുവാണ് ഗൈസ്. ഇതിലുള്ളതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ മാറ്റിയിടാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതാണ് ഗൈസ്. നമുക്കിതെടുക്കാം. നമുക്ക് ഇവിടെ നിന്നും വെപ്പൺസ് ഒന്നും എടുക്കാനില്ല. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിടാനേ പറ്റത്തുള്ളൂ. എക്സ്ചേഞ്ച് ചെയ്തിട്ടൊന്നും വേണ്ട, നമ്മുടെ ഇതിലുള്ളതൊക്കെ നല്ല വെപ്പൺസാണ് തോന്നുന്നു. നമുക്ക് ഈ മഷ്റൂം ഒന്ന് കഴിക്കാം ഗൈസ്. കണ്ടോ, മഷ്റൂം കഴിച്ച് കഴിഞ്ഞാൽ EP എന്ന് പറഞ്ഞിട്ട് മേളിലൊരു സാധനം കണ്ടോ ഗൈസ്. അതാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റിങ് ഇതുപോലെ ഇരിക്കും ഗൈസ്. പ്രൊട്ടക്റ്റിങ് ഇതുപോലെ ലെയർ പോലെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. നമ്മുടെ ഇതായിരുന്നു ഗൈസ്. ഇവിടെ ഇതൊക്കെ ഇടുന്ന പോലെ ഏതായിരുന്നു പേര് വരുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കാറിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സേഫ് സോൺ അവിടം വരെ എത്തിയിട്ടുണ്ട്. ശൃംഗായി. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, നമുക്ക് തിരിച്ചു പോവാം. ഡാമേജ് പറ്റും ഗൈസ്. നമുക്കിങ്ങനെ ചുമ്മാ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെൽത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഗൈസ്. അതൊന്നും നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഗൈസ് എനിമീസ് ഉണ്ടോ എന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് ഇനി 14 പേരും കൂടെ ഉള്ളൂ. നമ്മൾ ഇതുവരെ ഒരു കില്ലും എടുത്തിട്ടില്ല ഗൈസ്. ഗൈസ് പൈസ ഇരിക്കും, നമുക്ക് 200 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 400 ആയി ഗൈസ്. നമുക്ക് ഇതുവരെ ഒരാളെ കൊല്ലാൻ പറ്റില്ല. അടിക്കാൻ പറ്റുമെന്നതുകൊണ്ട് അറിയില്ല ഗൈസ്. അപ്പോൾ ഒരു കില്ലെടുത്തിട്ട് ഒരു കില്ലടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഇതായിരിക്കും ഗൈസ്. പക്ഷേ അത് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ലാസ്റ്റത്തെ ഒരാളൊക്കെ ഒന്ന് അടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ നോക്കിയിട്ടില്ല ഞാൻ. ഒരു 15 കില്ലൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പോവാം ഗൈസ്. നമുക്ക് ഗൈസ് ഞാൻ ഈ ഫ്രീ ഫയറിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ കൂട്ടുകാരിൽ നിന്നൊക്കെ പഠിച്ചു എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. കൂട്ടുകാരിൽ നിന്ന് മാത്രമല്ല ഗൈസ്, ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ വീഡിയോസും കണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫൈനൽ ഫൈറ്റ് 10 പേരായിട്ടാണ് ഗൈസ്. നമ്മൾ 10 പേരുള്ളൂ. ഇനി ഞാനടക്കോളം 10 പേര്. ഇപ്പോൾ 9 ആയി ഗൈസ്. അപ്പോൾ ഇവിടെ ശേഷം സ്ട്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും സ്ട്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ സ്ട്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്ക് എടുക്കാം. ഡാമേജ് അടിക്കൊണ്ടിരിക്കുകയാണ്. ശരി ഗൈസ്. നമുക്ക് നേരെ വിട്ടടിച്ച് പോവാം. ഇവിടെ ഒന്ന് നിൽക്കണ്ട. ഇവിടെ ഒറ്റ ഒരുത്തനുണ്ട്. ഇവിടെ എവിടെയോ ആണ്. ഇവിടെ കാണുന്നില്ല അവനെ. നമുക്ക് നോക്കാം ഗൈസ്. അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതുവരെ കിട്ടിയിട്ടില്ല അവനെ. ഇനിയും എത്ര കണ്ട വരെ ഇനി 8 പേരെന്തോ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ 7, 6 ഒക്കെ ആവും ഗൈസ്. കാരണം ഇവിടെ അവിടെയൊക്കെ ആയിട്ട് എലിമിനേഷൻസ് നടക്കുന്നുണ്ടെന്ന് അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗൈസ് ഒരാളോട് നിൽപ്പുണ്ട്, എനിമിയോട് നിൽപ്പുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്.
ഗൈസ് നേരത്തെ 2-3 പേരൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതേ കൊല്ലും കൊലയൊക്കെ നടക്കുകയാണ്. അത് ഇപ്പോഴും 2 ഒരെണ്ണത്തിൽ കൊന്നു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. ഗൈസ് ഇനിയിപ്പോൾ 6 പേരുള്ളൂ ഗൈസ്. 2 പേര് കൊന്നു ഗൈസ്. വേണ്ടോ ഫൈനൽ ഫൈറ്റ് 5 പേരുള്ളൂ ഗൈസ്. 5 പേരിൽ ഒരാളാണ് നമ്മൾ ജയിക്കാൻ പറ്റില്ലയോ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് 5 പേരിലാണ് നമ്മൾ ജയിക്കില്ലോ എന്നൊന്നും അറിയത്തില്ല. തോറ്റത് തന്നെയാണ് ഗൈസ്. അപ്പോൾ അതേ നേരത്തെ മാപ്പിൽ കാണിച്ച അവനിപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. ഗൈസ് അവനെ തപ്പിപ്പോയിട്ട് നമുക്ക് പണി കിട്ടുന്ന ഗൈസ് തോന്നുന്നത് ഈ 5 പേരിൽ നമ്മൾ ജയിക്കോ തോക്കോ എന്നൊരു പിടിയില്ലാണ്ട് ഇരിക്കുമ്പോഴാണ് മാപ്പിൽ കാണിച്ചവന് ഈ മായാജാലമായിട്ട് ഈ പോകുന്നത്. നമുക്കറിയത്തില്ല എന്ത് സംഭവിക്കുമില്ല എന്നതേ ഒരു മോൺസ്റ്ററൊക്കെ കിടക്കുന്ന ഗൈസ്. അതൊന്നും എടുക്കാൻ ഇനിയിപ്പോൾ സമയമില്ല. ഒന്നാമത്തെ സേഫ് ഷൃങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ റൗണ്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. നമുക്ക് ഈ പോയിന്റ് നിൽക്കാം ഗൈസ്. നമ്മളെ വെടിവെക്കുന്ന ഗൈസ് ഒരാൾ. ഓ ഗൈസ് അവരെ തിരിച്ച് വെടി വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചത്ത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി തോറ്റിരിക്കുന്നു ഗൈസ്. നമുക്ക് എക്സിറ്റ് അടിക്കാം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ. നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇതുപോലത്തെ ഫ്രീ ഫയർ വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.